നീലമയിലിന്റെ പിലിയിതെന്തേ നീല നിറമായമ്മേ മനമിതെന്തേ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്തേ നീല നിറമായമ്മേ ആയിരം ചോദ്യങ്ങൾ ചോദിച്ച് കാലമിതോർക്കുന്നു ഞാൻ എന്തിനു അമ്മതനുത്തരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ പള്ളിയിലപ്പത്തിന് ഇത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു എന്നമ്മ പറഞ്ഞു തന്നു നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്തേ നീല നിറമായമ്മേ മനമിതെന്തേ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ ഇതെന്നാ പോലും വള്ളക്കാരനെ കാണില്ലല്ലോ. വള്ളക്കാരന് എന്തിലേ പോയോ? സമയം നമ്മള് പോയല്ലോ. വള്ളത്തെ കയറുകയും ചെയ്തു, വള്ളക്കാരനെ കണ്ടുമില്ല. സമയം പോയല്ലോ. അതിൽ കെട്ടിയിട്ടുണ്ട് വള്ളം. പക്ഷെ ഇതിനൊരു അനക്കം ഉണ്ടല്ലേ. ചെറിയ ബൈബിൾ ക്ലാസ്സിന് സമയമായോ എന്നൊരു സംശയം. താമസിച്ചു പോയ അച്ഛൻ ചെല്ലുമ്പോഴത്തേക്കും ക്ലാസ്സിന് കറക്റ്റിന് നേരത്തെ ചെല്ലണ്ടേ നമ്മള്. മൊബൈൽ വിളിച്ചാൽ കിട്ടുകയല്ല. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ വിളിക്കുന്നത് കൂകി വിളിക്കും. വരുമായിരിക്കും. അല്പം നേരം നോക്കാം. ഇതിനൊരു ഇളക്കമൊക്കെ ഉണ്ടല്ലോ. പേടി അതിനുണ്ടോ? ഒരു അനക്കമൊക്കെ ഉണ്ടല്ലോ. വള്ളത്തെ കയറി ഇരിക്കുമ്പോഴാ പണ്ട് ഈശോയും ശിഷ്യന്മാരും കൂടെ പോയപ്പോ ഇതുപോലെ ഒന്ന് ഭയന്ന് കരഞ്ഞായിരുന്നു. നീന്താനും അത്ര കാര്യമായിട്ട് അറിയത്തില്ല. എനിക്ക് നീന്താൻ അറിയാം. ഏത് വെള്ളത്തിൽ പോയാലും ഞാൻ രക്ഷപ്പെടും. അപ്പൊ ഞങ്ങൾ പിടിച്ച് രക്ഷപ്പെട്ടു. നിങ്ങളെ കൂടെ രക്ഷപ്പെടുത്താം. 5 കോടി ഉള്ളോണ്ട് നമുക്ക് രക്ഷപ്പെടാം. അതെ, ശരിക്കും പറഞ്ഞാല് നമ്മള് മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് അത് പറയുന്നുണ്ട്. ഈശോയും ശിഷ്യന്മാരും കൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യുക. അപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഉറങ്ങുന്നു. അമരത്ത് തലയണ വെച്ച് ഈശോ ഉറങ്ങുക. ഭയങ്കരമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റായി, കാറ്റ് വീശി, തിരമാല ഉയർന്നു, ഭയങ്കര പ്രശ്നമായി. അപ്പം ശിഷ്യന്മാരെല്ലാം പേടിച്ചരണ്ട്, ഗുരുവേ ഞങ്ങൾ നശിക്കാൻ പോകുന്നേ എന്നും പറഞ്ഞ് അവർ കാറി കൂവി ഈശോയുടെ അരികിൽ ചെന്ന് ഈശോയെ ഉണർത്തി. ഈശോ ഉണർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശോ പറഞ്ഞു, ഈശോ അവരെ ശാസിക്കുകയാണ് ചെയ്ത്. അപ്പോൾ ആ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോയുടെ അരികിൽ ചെന്ന് ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു.
അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അതാണ് ഈശോ ചോദിച്ച ചോദ്യം. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? കാരണം ആരാ കൂടെ ഇരിക്കുന്നത്? ഈശോ കൂടെ ഉണ്ട്. സർവശക്തനായവൻ ഈ കാറ്റിനെയും കടലിനെയും ഈ വെള്ളത്തെ എല്ലാം സൃഷ്ടിച്ചവൻ. ആ സൃഷ്ടിച്ചവൻ കൂടെ ഇരുന്നിട്ട് ആ കർത്താവിൻ്റെ ശക്തി എന്താന്ന് അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അടുത്ത ലൈനിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവർ തമ്മി പറയുന്നുണ്ട്. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പൊ അതിനു മുമ്പ് അവർക്ക് ആ വിശ്വാസം ഹൃദയത്തിൽ വന്നിട്ടില്ല. കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ച് അടക്കാൻ കഴിവുള്ളവനാണ് യേശു എന്നുള്ള ആ പൂർണ്ണത, വിശ്വാസത്തിന്റെ പൂർണ്ണത അവരുടെ ഹൃദയത്തിലേക്ക് വന്നില്ല. അല്ലേ ചോദിക്കുവോ, ഇവൻ ആരാ? അപ്പ കാറ്റും കടലും പറഞ്ഞപ്പോഴേ അനുസരിച്ചു. അപ്പം ശരിക്കും നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഇത് ആദ്യ ആ അധ്യായം വായിക്കുമ്പോഴേ, അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പം ആരാ ഈ യാത്ര പ്ലാൻ ചെയ്തത്? ഈശോ പ്ലാൻ ചെയ്ത യാത്ര. ഈശോ യാത്ര പ്ലാൻ ചെയ്തിട്ട് അവർ മുമ്പോട്ട് പോയിട്ട് അവിടെ എന്തുണ്ടായി? പ്രശ്നമുണ്ടായി. പ്രശ്നവും പ്രതിസന്ധിയും ദുഃഖവും ദുരിതവും അലമുറയിടലും മരണാസന്നരാകുക ശിഷ്യന്മാർ. അപ്പം ചിന്തിച്ചു വെച്ചാൽ ഈശോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു സംഗതി, അതിനകത്തേക്ക് പ്രശ്നങ്ങൾ കടന്നു വരിക. അപ്പം നമ്മൾ ഓർക്കുന്നത് തന്നെ, ഈശോ കൂടെയുണ്ട്, ഈശോ പ്ലാൻ ചെയ്ത പദ്ധതിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ മുമ്പോട്ട് പോകും എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ഈശോ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭയപ്പെടണേ, അല്ലേ? പക്ഷേ ആ ഈശോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഈശോയിലുള്ള വിശ്വാസം എന്തോരം ഉണ്ടെന്നുള്ളത് നോക്കണം. അപ്പം ഇപ്പം നമ്മുടെ കുടുംബജീവിതം ശരിക്കും പ്ലാൻ ചെയ്തതാരാ? ഈശോയാണ്. കുടുംബത്തെ സ്ഥാപിച്ച് അനുഗ്രഹിച്ച് അത് കൂദാശ ചെയ്ത് നമ്മളെ അവിടെ കൈപിടിച്ച വിവാഹം എന്ന കൂദാശയിലൂടെ ഈശോ കൈപിടിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചതാണ്. അപ്പോൾ ആ കുടുംബജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതം ആരാ പ്ലാൻ ചെയ്തത്? ഈശോ പ്ലാൻ ചെയ്തു. അപ്പോൾ ഈശോ പ്ലാൻ ചെയ്ത് നമ്മൾ ആ കുടുംബജീവിതത്തിലേക്ക് ഈശോയുടെ കൂട്ടത്തിൽ നമ്മൾ ആ ജീവിതം ആരംഭിക്കുക. ആ ജീവിത യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതിനകത്ത് തരമായുണ്ട്, കൊടുങ്കാറ്റുണ്ട്, രോഗമുണ്ട്, പീഡയുണ്ട്, വഴക്കുണ്ട്, അല്ലേ? ദുഃഖമുണ്ട്, നിരാശയുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഇന്ന് ഫേസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓർക്കുക, അയ്യോ ഈശോ എവിടെയാ? ഈശോ ഇതൊന്നും കാണുന്നില്ലേ? ഈശോ ഒന്നും അറിയണില്ലേ? അപ്പം ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടുകയും നിരാശയ്ക്ക് അടിമപ്പെടുകയും നമ്മൾ ദേഷ്യപ്പെടുകയും നമ്മൾ വെറുപ്പിന് അടിമപ്പെടുകയും അതുപോലെ നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുകയും നമുക്ക് സ്വസ്ഥതയില്ല, നമ്മുടെ ഹൃദയത്തിൽ സമാധാനമില്ല. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആകെപ്പാടെ വറീഡായി, അല്ലേ? നമ്മളാകെ നമ്മുടെ സമതല തെറ്റും അങ്ങോട്ട്. പിന്നെ ഉള്ള നല്ല സ്വഭാവം കൂടെ പോകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ മേലാത്തെല്ലാം പറയും. അതെന്തുകൊണ്ടാണ്? വിശ്വാസമില്ല. കാരണം ഈ ഒരു പ്രതിസന്ധി വന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ഒരു രോഗം വന്നു. ഈ ഒരു രോഗം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്കൊരു രോഗം വന്നു കഴിയുമ്പോൾ നമ്മളുടനെ ഈ രോഗം എന്തിനാ വന്നേ, ഇതെന്തുകൊണ്ട് വന്നു, ഇതെൻ്റെ വീട്ടിൽ വരണേ, ഞാൻ എന്തോരം പ്രാർത്ഥിക്കണം, ഞാൻ പള്ളിയിൽ പോകണതല്ലേ, ഞാൻ കുമ്പസാരിക്കണമല്ലേ, ഞാൻ എന്തെല്ലാം ചെയ്യുന്നതാണ്, നമ്മൾ ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്യുന്നു. ആ വന്ന പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമുക്കറിയാൻ മേലാതെ നമ്മൾ തത്രപ്പെട്ട് വേണ്ടാത്ത പാപത്തിൽ ചെന്ന് ചാടുക. ദുഃഖം, അമിതമായ ദുഃഖം പാപമാണ്, അമിതമായ നിരാശ പാപമാണ്, അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ഇതെല്ലാം നമുക്ക് ദൈവികമല്ല അതൊന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ, ഈശോ അല്ലേ നമ്മളെ പ്ലാൻ ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ച് നമ്മളെ ചേർത്ത് വെച്ചത്? പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ വിശ്വാസം വന്നവിടെ? അപ്പം ഈശോയിലുള്ള വിശ്വാസം ശിഷ്യന്മാർക്ക് അറിയത്തില്ല. ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെയൊക്കെ പോറ്റി, ഇവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുള്ളവരല്ലേ. പക്ഷേ അവിടെ ഈശോ കൂടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കാതെ അവർ അലമുറയിട്ട് കരഞ്ഞുപോയി. അപ്പോൾ അവിശ്വാസമുള്ളിടത്ത് ഈശോ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഒരു ഇതാണ് ഈശോ സ്വദേശത്ത്, അത് മത്തായിയുടെ സുവിശേഷത്തിലാണ്, അല്ലേ? ഈശോ അവിടെ ചെന്നു 13-ാം അധ്യായം, അത് 53 മുതൽ വായിക്കുമ്പോൾ ഉണ്ട്.
യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവൻ ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്ത് സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അപ്പോൾ ഈ ജനത്തിൻ്റെ ഈശോയെ പരിപൂർണതയിൽ മനസ്സിലാക്കിയില്ല, അറിഞ്ഞില്ല. അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈശോ ആരാണ്, ഈശോയുടെ ശക്തി എന്താണ്, സ്നേഹം എന്താണ്, കാരുണ്യം എന്താണ് എന്നുള്ളത് ഇവർക്ക് പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവർ ചിന്തിക്കണേ ആ തച്ചൻ്റെ മകനല്ലേ, ഇവനെങ്ങനെയാണ് ഇത്രയും അറിവ് കിട്ടിയേക്കണേ, ഇത്രയും ജ്ഞാനം കിട്ടിയേക്കണത്, ഇത്രയും ശക്തി കിട്ടിയേക്കണത്? അവർ ഈ ഈശോയെ അവിശ്വസിക്കുക. അപ്പോൾ അവരുടെ ആ വിശ്വാസക്കുറവിൽ ഈശോ അവിടെ അധികം അത്ഭുതം ചെയ്തില്ല. അപ്പം നമ്മുടെ കുടുംബജീവിതം എടുത്തു എനിക്ക് ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ ഈശോ സന്നദ്ധനാ. പക്ഷെ നമ്മള് ഈശോ എവിടെയുണ്ടോ അവിടെ ഈശോയ്ക്ക് അത്ഭുത ശക്തി ചെയ്യാൻ പറ്റും. ഈശോയുടെ ശക്തി പ്രയോഗിക്കും. കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്, സർവശക്തനായനാ ഈശോ. പക്ഷേ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റിയ രീതിയിൽ ഈശോയെ വിശ്വസിക്കുന്നവർ വേണം അവിടെ. കാരണം ഈശോ ചോദിക്കുന്നുണ്ട്, കുഷ്ഠരോഗി വന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ സൗഖ്യപ്പെടുത്താം. അപ്പോൾ ഈ സൗഖ്യപ്പെടുത്താനായിട്ട് കടന്നു വരുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈശോയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുന്നു. അപ്പം നമ്മുടെ കുടുംബത്തിലെ ഏത് പ്രശ്നവും ഈശോയ്ക്ക് പരിഹരിച്ച് തരാൻ സാധിക്കുമെന്ന് ഉറപ്പായിട്ട് ഹൃദയത്തിലൊരു വിശ്വാസം. അവിടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വാക്കുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയണമല്ല, ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരുറപ്പ്. അത് അറിവിൽ നിന്നുണ്ടാകുന്നതാണ് ആ ഉറപ്പ്. ഈശോ ആരാന്ന് നമ്മൾ പഠിച്ച് നമ്മൾ അറിഞ്ഞ് അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. നമ്മൾ വായിച്ചോ ഒരാൾ പറഞ്ഞോ നമുക്ക് ഈ വിശ്വാസം പഠിപ്പിക്കാൻ പറ്റില്ല. ഇത് നമ്മളെ ഈശോ തന്നെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ജ്ഞാനം, ആ പരിശുദ്ധാത്മാവ് നമ്മളെ. അതുപോലെ തന്നെ പത്രോസ്ലീഹ വെള്ളത്തിൻ്റെ മൂതേക്കട നടക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? അതും മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. 14:28. അത് 14:28. അവിടെ യേശു ഇവരെല്ലാം വള്ളത്തെ യാത്ര ചെയ്യണം അല്ലേ? പത്രോസ് അതിന് മുമ്പായിട്ട് വയ്ക്കുക. രാത്രിയുടെ 4 യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഈശോയാണ് നടന്നു വന്നത്. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഭൂതമാണെന്നോർത്ത് ഇവരെ നിലവിളിച്ച് പേടിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. അപ്പോൾ എതിലെ ഈശോ നടന്നു തന്നെ? ഈശോ വള്ളത്തേലല്ല, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഈശോ നടന്നു വരിക. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക, വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്തിന്? അവിടെ ഈശോ അവൻ്റെ വിശ്വാസക്കുറവിനെയാണ് ശാസിക്കുന്നത്. ശരിക്കും ഈശോയെ കണ്ടപ്പോൾ ഉള്ള ആ സന്തോഷം കൊണ്ട് ഈശോ നടന്ന പോലെ നടക്കാൻ നമുക്കും തോന്നും. ഈശോ ചെയ്ത അത്ഭുതമൊക്കെ കാണുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തെങ്കിലേ, ഈശോ പ്രസംഗിച്ച പോലെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. ആഗ്രഹമൊക്കെ നല്ല. അപ്പോൾ ഈശോ നടക്കണ കണ്ടപ്പോൾ പത്രോസിനൊരാഗ്രഹം, അയ്യോ എനിക്ക് ഈ വെള്ളത്തിൽ കൂടെ ഒന്ന് നടക്കണം. അപ്പോൾ ഈശോ ആഗ്രഹം സാധിച്ചു തരുന്നതാ. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരല്ലേ? അതെ, നമ്മളും അങ്ങനെയല്ലേ? അപ്പോൾ ഈശോ പറഞ്ഞു, നീ പോരെ, വെള്ളത്തിൻ്റെ പുറത്തൂടെ പോരാൻ പറഞ്ഞു. പത്രോസ് ചാടി സൂപ്പറായിട്ട് നടന്നു, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു. അതുവരെ അവൻ ഈശോയെ ഇങ്ങനെ നോക്കി. ഈശോ അവിടെ നിൽക്കണു, പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി നേരെ വെള്ളത്തിൽ കൂടെ നടന്ന് ഈശോയുടെ അടുത്തേക്ക് നിന്നപ്പോൾ കാറ്റിങ്ങനെ ശക്തമായിട്ടിങ്ങ് വരിക. അപ്പം പത്രോസ്ലീഹയുടെ കണ്ണ് ഈശോയിൽ നിന്ന് മാറിയിട്ട് ഈ കാറ്റായി തിരമാലയല്ലേ, നിലവിളിച്ചു. കാറ്റാഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ നിലവിളിച്ചു. എന്തിനാ നിലവിളിക്കാൻ കാരണം?
വിശ്വാസം ശക്തിയാ കാറ്റിനകത്തേക്ക് വന്നു. അതായത് പത്രോസിലെ ചിന്തിച്ചത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അതായത് ഈ കാറ്റിൻ്റെ ശക്തി കണ്ടപ്പോൾ അയ്യോ ഇതിനെക്കാട്ടിലും ശക്തി ഈശോയ്ക്കുണ്ടോ ഉണ്ടെന്ന് വിചാരിച്ച് കാണില്ല. പെട്ടെന്ന് അങ്ങനെ ആയിരിക്കാം. കാരണം സംബന്ധിച്ച് ഈശോയെ നേരെ നോക്കി ഇങ്ങനെ പോവുക. ഈശോയെ നോക്കി പോയപ്പോൾ കാറ്റ് ആഞ്ഞടിക്കണപ്പോൾ പെട്ടെന്ന് ഈശോയിൽ നിന്ന് കണ്ണു ഒരു നിമിഷം മാറി ഈ കാറ്റിലേക്ക് ശ്രദ്ധയായി, സാഹചര്യത്തിലേക്ക് നോക്കി. സത്യമായ യാഥാർത്ഥ്യമായ ഏറ്റവും പരമസത്യമായ ഈശോയിലേക്ക് നോക്കി നടന്ന വെള്ളത്തിന് മുകളിൽ നടന്ന പത്രോസ്ലീഹ പെട്ടെന്ന് ജീവിതത്തിൻ്റെ ആ സൃഷ്ടിയുടെ സാഹചര്യത്തിലേക്ക് നോക്കി. സാഹചര്യം പ്രതികൂലമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലേക്ക് നോക്കിയപ്പോൾ ഭയം ഇടർച്ച വന്നു. അന്നേരം ഭയം വന്ന് അയ്യോ ഈശോ അവിടെയാണ് നിൽക്കുന്നത്, കാറ്റിങ് വരുന്നു. അപ്പൊ ഈ കാറ്റിനേക്കാൾ ശക്തിയുണ്ടോ? പക്ഷെ ഈ കാറ്റിനെ പോലും അടക്കാൻ കഴിവുള്ളവനാണ്, സൃഷ്ടാവാണെന്നുള്ള പെട്ടെന്ന് ആ വിശ്വാസത്തിന്റെ ഉറപ്പ് അവിടെ ഇല്ല. അപ്പൊ പെട്ടെന്ന് അവൻ താഴാൻ തുടങ്ങി. അതാണ് ആ വിശ്വാസത്തിന്റെ തലം. അപ്പൊ താഴാൻ തുടങ്ങിയപ്പോൾ ഈശോ ശാസിച്ചു. എന്തിനാ ആരാ? കർത്താവല്ലേ വിളിച്ചത്. ആ ധൈര്യത്തിൽ നടന്നാൽ പോരായിരുന്നോ? അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി. ഇപ്പം ശരിക്കും നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ദൈവം കൂടെ കൈപിടിച്ച് കുടുംബജീവിതത്തിലേക്ക് നയിച്ചിട്ട് ഒരു പ്രശ്നം വന്നു, അല്ല ജീവിത പങ്കാളിയുടെ ഒരു ദുശീലം കണ്ടു, അല്ലെങ്കിൽ ഒരു രോഗം കണ്ടു, അല്ലെ വീട്ടിലുള്ളവരുടെ മറ്റുള്ളവരുടെ ചില സ്വഭാവ വിശേഷങ്ങൾ, ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്തങ്ങ് നിരാശയിലും ദുഃഖത്തിലും ദുരിതത്തിലും പീഡയിലും നമ്മൾ നോക്കുമ്പോൾ എന്താ, ഈ പത്രോസ്ലീഹ ഈ സാഹചര്യത്തെ നോക്കിയപ്പോൾ ഈശോയിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. ഇതേപോലെയാണ് നമ്മൾ വിവാഹം എന്ന കുദാശയിലൂടെ ഈശോയുടെ കൈപിടിച്ച് ആ ജീവിതയാത്രയിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധി ആകുന്ന ആ രോഗം, പീഡ, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങ് കടന്നു വരുമ്പോൾ ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കും. ഈശോയിൽ നിന്നുള്ള ശ്രദ്ധ വിട്ടിട്ട് ഈ പ്രശ്നത്തിലേക്ക് ചെല്ലുമ്പോൾ സാഹചര്യം അതാ, എതിർ സാഹചര്യമാണ്. അവിടെ നമ്മൾ വിശ്വാസത്തിന് താഴെ പോവുക. അപ്പോഴാണ് നമ്മളെ സാത്താന് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. അല്ല ഈശോയിലേക്ക് തന്നെ നോക്കി ഈശോയിലുള്ള വിശ്വാസത്തെ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രതിസന്ധിയും പ്രശ്നവും ഒന്നും ഇല്ല. അതെല്ലാം മാറ്റാൻ കഴിവുള്ളവൻ ഈശോയാണ്. ഈശോയെ അത് മാറ്റണേ, അല്ലാണ്ട് നമ്മുടെ വിശ്വാസം കൊണ്ടല്ല, ഈശോയുടെ പരമമായ ശക്തി കൊണ്ട്. അല്ല ഈശോ ദൈവ സൃഷ്ടാവായവൻ ശാസിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പ്രതിസന്ധികളും മാറും. ഒരിക്കൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതാണ്, ഒരു കുടുംബനാഥനാണ്. പുള്ളി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റിയില്ല. ഒരു ഭയങ്കര ഏതാണ്ട് 10 ലക്ഷം രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ ഈ പുള്ളി പാവപ്പെട്ട കൃഷിക്കാരനായിരുന്നു. കൃഷിനാശമൊക്കെ വന്ന് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പം പുള്ളിക്ക് ജപ്തി നോട്ടീസ് വന്നു. വേറെ ഒരു മാർഗ്ഗമില്ല. പുള്ളി ചെല്ലാവുന്നിടത്തും ചോദിക്കാവുന്നിടത്തെല്ലാം ഓടി നടന്ന് ചോദിച്ചു, എങ്ങും കിട്ടുന്നില്ല. ഇനി 7 ദിവസം കൂടെ ഉള്ളൂ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി. പറഞ്ഞാലേ ജപ്തി ചെയ്ത് ഇവർ കൊണ്ടുപോയി. ലാസ്റ്റ് ബാങ്കിൻ്റെ അവസാനത്തെ നടപടിക്രമമാണ്. പുള്ളിക്ക് ഉറക്കമില്ല. കാരണം കല്യാണപ്രായമായ പെൺപിള്ളേർ, കുടുംബം, വയസ്സായ മാതാപിതാക്കൾ ഒക്കെ ഉണ്ട്. കുടുംബം തെരുവിലിറങ്ങണം, വേറെ ഒരു മാർഗ്ഗവും. ഈ പുള്ളിക്ക് ഉറക്കമില്ലാതെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് തലയ്ക്ക് പ്രശ്നം, എല്ലാ അസ്വസ്ഥതകളും ആഞ്ഞടിച്ചു. രോഗിയാകുന്നു. 7 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഓരോ ദിവസവും നേരം വെളുത്തിറങ്ങും, പലരെ കാണും, കൂട്ടുകാരെ കാണും, പൈസയുള്ളവരെ കാണും, നേതാക്കന്മാരെ കാണും, ഒക്കെ പറഞ്ഞു. പുള്ളിക്ക് ഒരു സമാധാനവും ഇല്ല, പൈസ അടയ്ക്കാൻ മാർഗ്ഗവും ഇല്ല. ഇന്നത്തെ കാലത്ത് 10 ലക്ഷം, ഇതിപ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പ് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. പിന്നെ കൃഷിക്കാരനോ. ഈ പുള്ളിക്ക് സഹിക്കാൻ മേല, പുള്ളിക്ക് ഹാർട്ടിന് വിഷമം, അങ്ങനെ ആശുപത്രിയിൽ പോകുന്നു, എല്ലാവരും വിഷമിച്ചിരിക്കുക. അപ്പോൾ 6-ാമത്തെ ദിവസം, 5 ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം രാത്രിയിൽ പുള്ളി ഓർത്തു, ഇനി അവസാനം ചെന്ന് നമ്മുടെ വികാരിയച്ഛനോടൊരു സങ്കടം പറയാം എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരന് ഈ 6-ാമത്തെ ദിവസം രാവിലെ വികാരിയച്ഛനെ കാണാൻ ചെന്നു. അച്ഛനോട് സങ്കടമെല്ലാം പറഞ്ഞു. ഇന്ന പോലെയാണ് സംഗതികൾ, പിന്നെ ഇത് വിറ്റോ അല്ലെങ്കിൽ ഈ ജപ്തി ചെയ്ത് നാണക്കേട്, ഇത് ഞാൻ ജീവിച്ചിരിക്കുകയല്ല അച്ഛാ, ഞാനും മരിക്കുക, എനിക്കല്ലാതെ പറ്റുകയില്ലെന്നും പറഞ്ഞൊക്കെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നാളെയല്ലേ ജപ്തിയുടെ ഡേറ്റ്, നാളെ 10 മണിക്ക് ബാങ്ക് തുറക്കുമ്പോൾ ആ പൈസ ഞാൻ കെട്ടിവെച്ചോളാം. എന്നിട്ട് ഈ പുള്ളിയുടെ ആരോ ഒരാൾ പുറത്തെങ്ങാണ്ടുണ്ട്, എന്നിട്ട് ഈ ജപ്തി നോട്ടീസിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തന്നേക്കാം, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം.
അപ്പോൾ അച്ഛന് അന്നേരം അച്ഛൻ പറഞ്ഞു അത് നീ അന്വേഷിക്കേണ്ട, ഞാനതിപ്പോൾ തൽക്കാലം അത് നിനക്ക് ജപ്തിയില്ലാതെ നടത്തി തന്നേക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ 6-ാം ദിവസം രാവിലെ പുള്ളി പള്ളി മുറിയിൽ നിന്ന് അച്ഛനെ കണ്ട് അനുഗ്രഹവും മേടിച്ച് ഈ വാക്കും കേട്ട് പുള്ളി തിരിച്ചു വീട്ടിൽ പോന്നു. ഈ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഈ മനുഷ്യൻ്റെ മുഖത്തെ പ്രകാശവും സന്തോഷവും ഉണർവും ഒക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പുള്ളി ആടി തൂങ്ങി വിഷമിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഞാനൂല് പോലെ പുള്ളിക്ക് ശ്വാസം മുട്ടൽ, വിഷമം, ഹാർട്ടിൻ്റെ ഇതെല്ലാം ആയിട്ടാണ് പുള്ളി ഇറങ്ങുന്നത് കണ്ട ഭാര്യയും പിള്ളേരും. തിരിച്ച് പുള്ളി നല്ല യൗവനക്കാരൻ്റെ വിട്ട് ചാടിത്തുള്ളി സന്തോഷിച്ച് ഇവരോർത്തു ലോട്ടറി അടിച്ചു, ഇതെന്നാ പോലെ സംഭവം. ഇപ്പോൾ പുള്ളി വീട്ടിൽ വരുന്ന റെഡി കുടിക്കാൻ വെള്ളം എടുക്കുക. അതെ എന്നാ മനുഷ്യ പറ്റിയ പറയാടീന്ന് പറഞ്ഞു സന്തോഷം കൊണ്ട്. എന്നാ കാര്യം? അച്ഛൻ പൈസ അടച്ചോളാം, അച്ഛൻ പൈസ അടച്ചോളാം എന്ന് പറഞ്ഞു. വിശ്വാസമായി. ആ ജപ്തിന്ന് നമ്മളെ ഒഴിവാക്കി തരാം, അച്ഛൻ പൈസ അടച്ചോളാം എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പുള്ളി 6-ാം ദിവസം അന്ന് രാത്രിയിൽ, പിറ്റേ ദിവസമാണ് 7-ാം ദിവസം, അന്ന് രാത്രി സുഖമായിട്ടിറങ്ങി. ആ ഒരു 10-40 ദിവസമായിട്ട് ഉറങ്ങാത്ത മനുഷ്യൻ കൂർക്കം വലിച്ച് ശാന്തമായിട്ട് കിടന്നുറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. അത്രയും ദിവസത്തെ ഉറങ്ങിയിടം. ഒന്ന് ആലോചിച്ച് നോക്കി, ജപ്തി നോട്ടീസ് പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഉണ്ടോ? ഇല്ല. 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 അത് പിറ്റേ ദിവസം ആവണം. അച്ഛൻ പൈസ അടച്ചോ? ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും ശാന്തം? എങ്ങനെ ഉറങ്ങി? അച്ഛൻ കൊടുക്കാന്നുള്ള വിശ്വാസം. ആ, അപ്പോൾ ആരിലെ വിശ്വാസം? അച്ഛനിലുള്ള വിശ്വാസം. അച്ഛനിൽ ഈ കുടുംബനാഥൻ ഒരു വിശ്വാസമുണ്ട്. ആ അച്ഛൻ നല്ല മനുഷ്യനാണ്. ആ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അച്ഛൻ പറഞ്ഞ ആ വാക്കിനും പിന്നെ മാറ്റമില്ല. അത് പുരോഹിതനാണ്. അപ്പോൾ സത്യമാണത്. അച്ഛൻ പറഞ്ഞ അച്ഛൻ സഹായിച്ചതാണ്. അച്ഛന് പിന്നെ അത് പൈസയുടെ കാര്യം അതെന്തേലും ആട്ടെ. പക്ഷേ ഈ മനുഷ്യൻ ആ അച്ഛനിൽ വിശ്വാസം, അച്ഛൻ്റെ വാക്കിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതെ. അച്ഛനെ മുൻ പരിചയമുണ്ട്. ഒന്നാമത് മുൻ പരിചയമുണ്ട്. അച്ഛൻ്റെ സ്വഭാവം അറിയാം. ഈ അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞ് പരിചയിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കില്ല. ഇല്ല, വിശ്വസിക്കുകയല്ലോ. അപ്പോൾ ഈ മുൻ പരിചയമുണ്ട്. വ്യക്തമായിട്ട് അച്ഛൻ്റെ സ്വഭാവം അറിയാം, അച്ഛൻ്റെ വാക്കിൻ്റെ വില അറിയാം, അച്ഛൻ്റെ സ്വാധീനം അറിയാം, അച്ഛൻ്റെ സാമ്പത്തിക ശേഷി അറിയാം, അച്ഛന് അല്ലെ മനുഷ്യരെ സ്വാധീനിക്കാനുള്ള കഴിവ് എല്ലാം ഈ കുടുംബനാഥൻ അറിയാവുന്നത് കൊണ്ട് അങ്ങനെ എല്ലാം തികഞ്ഞ നല്ലവനായ ഒരു വൈദികൻ ഈ കുടുംബനാഥനോട് ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആ വാക്കിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ രോഗവും മാറി, പീഡയും മാറി, ഉറക്കളപ്പം മാറി, സകല ദുഃഖവും ദുരിതവും എല്ലാം മാറി. പുള്ളി സൂപ്പറായിട്ട് കിടന്നുറങ്ങി. പക്ഷേ പ്രശ്നം അവിടെ ഉണ്ട്. ലോൺ അടഞ്ഞിട്ടില്ല, ജപ്തി നോട്ടീസ് പിൻവലിച്ചിട്ടില്ല, പൈസ അടച്ചിട്ടില്ല. പക്ഷേ പുള്ളി ശാന്തമായിട്ട് ഉറങ്ങി. ഇതാ വിശ്വാസം. ഈശോ പറയണത് ഈ വിശ്വാസത്തിലാണ്. അവസാനം വരെ പിടിച്ചു നിൽക്കണം. ഈശോയ്ക്ക് സാധിക്കുമെന്ന്. ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ്, ആ സൃഷ്ടകർത്താവായവൻ, അവൻ നല്ലവനാ, അവൻ കാരുണ്യമുള്ളവനാ, അവൻ സ്നേഹമാണ്, അവൻ്റെ ശക്തി അപാരമാണ്, എന്തിനും തരണം ചെയ്യാൻ കഴിവുള്ളവൻ ഒരേ ഒരുവൻ. ആ ഒരുവൻ പറയാണ് നീ ഭയപ്പെടേണ്ട, ഞാൻ യുഗാന്തം വരെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പം ഈ യുഗാന്തം വരെ എന്ന് പറഞ്ഞാൽ എത്ര നാളത്തേക്ക്? നമ്മുടെ അന്ത്യം വരെ. നമ്മുടെ അന്ത്യമല്ല, യുഗാന്തം. യുഗാന്തിയല്ല, യുഗാന്തം വരെ എന്ന് പറഞ്ഞാൽ എന്തേരം ലോകമുണ്ടോ അത്രയും കാലം ലോകവും ദൈവത്തോടുകൂടെ നിത്യകാലം, നിത്യതയിലും ഭയപ്പെടേണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഹൃദയത്തിൽ നിന്നൊരു ഉറപ്പ് വരണം. ആ കുടുംബനാഥന് ഹൃദയത്തിൽ നിന്നൊരു ഉറപ്പ് വന്നു അച്ഛനുള്ള വിശ്വാസം വന്നപ്പോൾ. അപ്പോഴാണ് ശാന്തമായുടെ ശരീരത്തിൻ്റെ രോഗശാന്തമായി, മനസ്സിൻ്റെ അസ്വസ്ഥത ശാന്തമായി. അപ്പോൾ പുള്ളി സുഖമായിട്ട് ഉറങ്ങി, സമാധാനമായി. ഈ കുടുംബനാഥന് സന്തോഷവും സമാധാനം വന്നപ്പോൾ വീട്ടിലുള്ളവരിലേക്ക് അത് പ്രസരിച്ചു. അങ്ങനെ എല്ലാ തലത്തിലും ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടായി. ഒറ്റ കാര്യം ചെയ്തു, വിശ്വസിച്ചു. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഭാര്യമാരാ അല്ലേ? അതെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ തളർന്നു പോണത്? എന്തിനാ നമ്മൾ നിരാശപ്പെടണേ?
നമ്മുടെ കണ്ണുനീരാണേന്നും പറഞ്ഞ് അലച്ച് തീർത്ത് സ്ത്രീകളാകുമ്പോൾ കുറേ കൂടെ കരച്ചിൽ കൂടുതലാണ്. ചെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അവരുടെയും കൂടെ സമാധാനം നഷ്ടപ്പെടുത്തി വീട്ടിൽ നമ്മുടെ മുഖം പാടുമ്പോൾ നമ്മുടെ പിള്ളേരുടെ മുഖം പാടും, നമ്മുടെ ജീവിത പങ്കാളിയുടെ മുഖം പാടും. നമ്മൾ അലസതയും സങ്കടത്തിലും ദുരിതത്തിലും നമ്മൾ അടുക്കളയിലും നേരെ ചെയ്യില്ല. കാരണം നമുക്ക് പ്രസരിപ്പില്ല, നമുക്ക് സന്തോഷമില്ല. അപ്പോൾ ആകെപ്പാടെ നമ്മൾ ദുഃഖത്തിലാവുക. ഈ ദുഃഖം നമ്മളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടായ ദുഃഖം എവിടുന്നാ? ഈശോയിലുള്ള വിശ്വാസമില്ലായ്മയിൽ നിന്നുണ്ടായ ദുഃഖവും ദുരിതവും അസ്വസ്ഥതയും അവിശ്വസ്തതയും ആരിലൊക്കെ പടരും? മക്കളിൽ പടരും, ജീവിത പങ്കാളി പടരും, തലമുറകളിലേക്ക് വ്യാപിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കുടുംബത്തിൻ്റെ കാവലായിട്ട്, കുടുംബത്തിൻ്റെ ശക്തിയായിട്ട്, കുടുംബത്തിൻ്റെ നാഥയായിട്ട് നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. അപ്പം നമുക്കങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആരെ പിടിക്കണം? ഈശോയെ പിടിക്കണം. ഈശോയുടെ കൂടെ ആയിരിക്കണം. ഈശോ സകലത്തിനും മതിയായവനാണ്. എനിക്ക് എല്ലാത്തിനും മതിയായവൻ, എന്ത് ചെയ്തു തരാൻ കഴിവുള്ള ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ കർത്താവാണ് എന്നെ ഈ കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത്. ഇതിൻ്റെ ഏത് പ്രശ്നത്തിലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ്, ഈ ഉറപ്പ് കിട്ടണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 18:29 അതൊന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് പറയുന്നുണ്ട്, ഈ മതിൽ ഞാൻ എന്ത് പ്രതിസന്ധിയെയും നമ്മൾ ചാടിക്കടക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു വചനം അത് 18. അതിനകത്ത് അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ചാടിക്കടക്കും, സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. അപ്പം നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന കോട്ടയായിട്ട് നിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ മറികടക്കാൻ, ചാടിക്കടക്കാൻ ഈ കർത്താവ് കൂടെയുണ്ട്, സഹായിക്കും. അപ്പം ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടിയത്. അപ്പം നമ്മളെ ഏറ്റവും കരുത്തായിട്ട് കൊണ്ടു നടക്കാൻ കഴിവുള്ള ആ കർത്താവിലുള്ള വിശ്വാസ വരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചുമ്മാ ജപമാലയും കൈ പിടിച്ചിരുന്നപ്പോൾ ഇല്ല, കയ്യിൽ ജപമാലയിലായിട്ട്. അപ്പം ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കണം, അമ്മേ എനിക്ക് ഈശോയിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കാനുള്ള ഒരു കൃപ. അതായത് നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കുമ്പോൾ ആ പൂർണ്ണ വിശ്വാസത്തിലേക്ക് നമ്മൾ വരും. എൻ്റെ കർത്താവ് ആരാന്ന് ഞാനങ്ങ് പൂർണ്ണതയിൽ അങ്ങ് അറിയുകയാണ്. ഈ അറിവെന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് കിട്ടേണ്ട ഒരു കാര്യം, അല്ലാണ്ട് ഒരു കേട്ടറിവല്ല, വേറൊരാളുടെ ഒരു ഇത് കണ്ടിട്ട് നമ്മൾ വിശ്വസിക്കണമല്ല. യഥാർത്ഥത്തിൽ ഈശോയിൽ നിന്ന് നമ്മൾ അറിയുന്ന ഒരറിവ്. ഫിലിപ്പി 4:19 ഒരു വചനമുണ്ട്, അറിയത്തില്ലേ? എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം യേശുക്രിസ്തു വഴി തരുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുക. ആ പറഞ്ഞിരിക്കുന്നതിന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയണത്, ഈശോയിൽ വിശ്വസിക്കുക. വള്ളക്കാരൻ വന്നല്ലോ, ഇനി നമുക്ക് താമസിച്ചു പോയി. ഏതായാലും നമ്മൾ കൃത്യസമയത്ത് കുഴപ്പമില്ല.